അങ്ങനെ നമ്മൾ കാശ്മീരിലെത്തി. ലേ എത്താനായിട്ട് 50 കിലോമീറ്റർ. ഇവിടെ പനോരമിക് ആണ് എന്തിൻ്റെ, ഇൻഡസ് റിവർ വാലിയുടെ. ലേക്ക് കിടക്കണേ, അപ്പോൾ അവിടെ എൻട്രി ചെയ്യാൻ പോകും. അപ്പോൾ അതിനോട് നിർത്തുക. ഇനി 100 കിലോമീറ്റർ താഴെയാണല്ലേ കേട്ടോ, 97 കിലോമീറ്റർ ടു ലേ. അത് കഴിഞ്ഞാൽ പറയാം ടാറ്റ നാനോ ലെയ്ഡ്, നമ്മുടെ നാനോ ലെയ്ഡ്. എന്നാണോ ഓക്കെ.
പോട്ടെ പോട്ടെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. അപ്പുറത്തെ സൈഡിലൊരു കുഴിയുണ്ട്, കമ്പിയുണ്ട്. എവിടെ കയറണ വെയിറ്റ് കണ്ടില്ല. ഏത് പറയണേ കമ്പി ഇതുണ്ട്, കമ്പി വയ്ക്കുന്നുണ്ട്. ഇതുവഴി കയറ് കയറേ. ആ കയറേ പോട്ടെ. ആ അണ്ണൻ പോകണം. അണ്ണൻ വിഷയമില്ല, അണ്ണൻ വിഷയം അതുകൊണ്ട് എരി പോകുന്നതായിരിക്കും. ടെന്റ്, ക്യാമ്പിംഗ് സൈറ്റ്, റെസ്റ്റോറൻറ്റ്, പിക്നിക് സ്പോട്ട്. ഓക്കെ ചാടി. ഇതൊരു ടൗൺ ആണേ. അതുകൊണ്ട് പേര് മനസ്സിലായില്ല. മത്താങ്, MATANG, മത്താങ്. അല്ലല്ല മത്താങ് അല്ല, മത്താങ് ഞാൻ വായിച്ചിട്ടില്ല. മത്താങ് റെസ്റ്റോറൻ്റ് അല്ലേ? എന്തായാലും പേരിടാത്ത ടൗൺ. ഒരുപാട് നേപ്പാളിലൊക്കെ വന്നോണ്ടല്ലേ. സ്റ്റോൺ, കല്ല് തെറിക്കുന്ന ഏരിയ അല്ലേ? ഷൂട്ടിംഗ് സ്റ്റോൺ ആണ്. ഭംഗിയല്ലേ കാണാൻ? ഓ ഹെവൻ. എടുത്താൽ അങ്ങനെ നമ്മൾ കാശ്മീരിലെത്തി. ലേ എത്താനായിട്ട് 50 കിലോമീറ്റർ. നമ്മുടെ ലക്ഷ്യം ഏകദേശം 50 കിലോമീറ്റർ അതിലാണ്. ഞാനോട് പുറത്തേക്ക് കയറി കണ്ടില്ല, എനിക്ക് കുഴപ്പമില്ല. ഓയ് കാശ്മീരിൽ ഇത്രയും നല്ല റോഡ്, ഐ മീൻ ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാശ്മീരിലല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണാണ്. അടിപൊളി എന്ന് പറയണം, ഒന്നും പറയാനില്ല. ആ ഒരു യാത്ര, ഇത്രയും ദൂരം, ഇത്രയും ദിവസങ്ങൾ താണ്ടി 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 വന്നതും വിഷമങ്ങളും ആ ഒരു തണുപ്പത്ത് കിടന്നതും തണുപ്പടിച്ചതും എല്ലാം 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 പോയാലും ഒരു കുഴപ്പമില്ല. കാരണം എല്ലാം റിവാർഡറാണ്. റിവാർഡർ എന്ന് പറയുമ്പോൾ അത്രയും ഭംഗിയാണ്, അത്രയും എന്താ പറയുക ബ്രീത്ത് ടേക്കിംഗ് എന്നൊക്കെ പറയാവുന്ന അത്രയും വ്യൂ ആണ്. ശരിക്കും ലൈഫ് ഗോൾ 1 ഈസ് ടിക്ക്ഡ്. അതായത് നമ്മുടെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാവില്ല ജീവിതത്തിൽ, കുറെ എന്താ പറയുക ബക്കറ്റ് ലിസ്റ്റുകൾ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ടിക്ക് ചെയ്തു. ഇപ്പോൾ ലേയിലേക്ക് വരുമ്പോഴേ ഇവിടെ ഒരു മാഗ്നറ്റിക് ഹിൽ എന്ന സ്ഥലം റോഡ് തന്നെയാണ്.
വണ്ടി ഗ്രാവിറ്റിക്ക് വിപരീതമായിട്ട് വണ്ടി ഞാൻ വണ്ടി ശരിക്കും പറഞ്ഞാലേ ഇറക്കത്തിന്റെ ഒരു വിരിച്ചില് നമ്മൾ കാണുമ്പോൾ നമ്മൾ ചീറ്റ് ചെയ്യപ്പെടുന്ന ശരിക്കും ഇറക്കമാണത്, കയറ്റമൊന്നുമല്ല. കാണുമ്പോൾ കയറ്റം പോലെ തോന്നുന്നുള്ളൂ. അതായത് ഗ്രാവിറ്റീനെ അങ്ങോട്ട് മാറ്റിയിട്ടൊന്നുമില്ല. ശരിക്കും സാധാരണ ഗ്രാവിറ്റി പോലെ തന്നെ ഇറക്കത്തിന് വരുന്നത്, കാണുമ്പോൾ കയറ്റം പോലെ തോന്നുന്നേ ഉള്ളൂ. മൊണാസ്ട്രികളുടെ ആ ഒരു ഭംഗിയുണ്ടല്ലേ, ഗോൾഡ്, ആ ഒരു ഗോൾഡിൽ അലങ്കരിച്ചിട്ടുള്ളത് ശരിക്കും റിച്ച് ഫീൽ ഉണ്ടല്ലേ. മലകളിൽ സൂര്യന്റെ ആ ഒരു വെളിച്ചം പതിക്കുമ്പോൾ കിട്ടുന്ന ഭംഗിയുണ്ട്, ഒന്നും പറയാനില്ല. ശരിക്കും നീല വണ്ടിയാണ് നമ്മുടെ വണ്ടി എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. നീല വണ്ടിയുടെ ഒരു ഭംഗി വേറെയാണ്. അയ്യോ വേറെ രസമാണ് വീർ. ഇനി 37 കിലോമീറ്ററാണ്. ഏകദേശം 49 മിനിറ്റ് കാണിക്കുന്നത്. പക്ഷേ ഒരു 50 ഒക്കെ കയറി. ഇനി 24 കിലോമീറ്റർ ലേയിലേക്ക്. ലേ ഏകദേശം 25 കിലോമീറ്റർ അകലെ. പക്ഷെ ശരിക്കും നമുക്കിവിടെ നോക്കി കാണാമേ, അതായത് നല്ല വിസിബിലിറ്റിയാണ്. ഇവിടെ ഒരു ടോൾ പ്ലാസ ഉണ്ട് കേട്ടോ. നമ്മൾ ലേയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എത്ര രൂപയെന്ന് പറഞ്ഞിട്ടില്ല, നോട്ടെ. രണ്ടും ചേർച്ചില്ലല്ലോ. ₹100. ഓക്കെ, 50 രൂപ. 50 രൂപ. ഫയാങ് ബ്രിഡ്ജ്, ഫയാങ് ബ്രിഡ്ജ്, ഇന്റർസെപ്റ്റർ 60. ഇവിടെ പനോരമിക് വ്യൂ ആണ്. എന്തിൻ്റെ? ഇൻഡസ് റിവർ വാലിയുടെ. അതായത് ഇൻഡസ് റിവർ ഒഴുകുന്ന ആ ഒരു കരകളാണ്. അതായത് ഇൻഡസ് വാലിയുടെ കരയിലുള്ള ആ ഒരു വലിയ വാലി ശരിക്കും നല്ല ഭംഗിയുള്ളതാണ്. ഓക്കെ, മലയും പുഴയും പച്ചപ്പും ആ ചെറിയ കിളകുണ്ടല്ലേ. അപ്പുറത്തെ എയർപോർട്ട് സ്റ്റേഷനാണ്.
വലത്തോട്ട് തിരിച്ചു. ആ വട്ടം വലത്തോട്ട് തിരിച്ചു.